ഈ ഒരു മെഡലുകളൊക്കെ ഇന്ത്യക്ക് വേണ്ടി 5 ഗോൾഡ് മെഡൽ നേടിയ ഒരു അത്ലറ്റിൻ്റെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആ ഒരു അത്ലറ്റിനെയാണ്. മേഡത്തെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് രജിദാസനും. ഞാനിപ്പോൾ വെള്ളടയാണ് താമസം. നേരത്തെ ആരനാടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മേഡം 5 ഗോൾഡ് മെഡൽ നേടിയത് ഇന്ത്യക്ക് വേണ്ടി അത് ഏതൊക്കെ സമയത്തായിരുന്നു? 2019, 20, 21 ആ വർഷങ്ങളിലാണ് നേടിയത്. ഇപ്പൊ അവസാനമായിട്ട് പങ്കെടുത്ത ഏത് മത്സരമായിരുന്നു? ഇപ്പൊ അവസാനമായിട്ട് ഒരു നാഷണൽ മീറ്റാണ് കഴിഞ്ഞ മുന്നത്തെ മാസം വാഫിന്റെ വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷന്റെ മീറ്റിനാണ് പഞ്ചാബിൽ വെച്ച് നടന്ന മീറ്റിലാണ് പങ്കെടുത്തത്. അതിനു മുന്നേ നാഷണൽ മീറ്റ് പങ്കെടുത്തത് എപ്പോഴായിരുന്നു? അതിനു മുമ്പ് വേൾഡ് മീറ്റാണ് പങ്കെടുത്തത്. 2024 സ്വീഡനിൽ വെച്ച് നടന്ന വേൾഡ് മീറ്റിലാണ് പങ്കെടുത്തത്. അതിൽ എങ്ങനെ പെർഫോമൻസ് നമുക്ക് ഇവിടെ നമ്മുടെ സാഹചര്യം വെച്ച് നമുക്കത് അത്രയും ചെയ്യാൻ പറ്റിയില്ല. ട്രെയിനിങ്ങിന്റെ അഭാവം. ലാസ്റ്റ് നടന്ന നാഷണൽ മീറ്റോ വാഫ് അത്യാവശ്യം പെർഫോമൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. 3 ഗോൾഡും 1 സിൽവറും കിട്ടി. 3 ഗോൾഡും 1 സിൽവറും. ഈ ഒരു സ്പോർട്സ് മേഖലയിലേക്ക് ആദ്യം വരാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? സ്കൂൾ മുതൽ ചെറിയ പ്രായം മുതൽ തന്നെ 8ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ ഈ സ്പോർട്സുമായിട്ട് ഭയങ്കര നന്നായിട്ട് താല്പര്യമുള്ള ഒരാളായിരുന്നു. ഖോഖോയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം. അത് കഴിഞ്ഞ് +2 എത്തിയപ്പോഴാണ് അത്ലറ്റിക്സിലോട്ട് മാറിയത്. ഓട്ടം എന്ന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതാണ് അറ്റൻഡ് ചെയ്തോണ്ട് പിന്നെ എല്ലാ ഇവന്റിലും അതാണ്. അതെ, പിന്നെ ഞാൻ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് LNCP പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഓൾ ഇന്ത്യ ചെയ്തത്. 2004. അതിനുശേഷം പിന്നെ ഒന്നും ചെയ്യാണ്ട് കുറെ നാൾ ഇരുന്നു, ബ്രേക്ക് എടുത്തു. കല്യാണം കഴിഞ്ഞ് 3 പിള്ളേരായതിനു ശേഷമാണ് ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 35 വയസ്സ് കഴിഞ്ഞവർക്കുള്ള മത്സരമുണ്ട്. അതിലോട്ടാണ് പിന്നെ ഇറങ്ങി. 35 വയസ്സ് കഴിഞ്ഞിട്ട് അടുത്തൊരു കാറ്റഗറി ഉണ്ട്. അതിലാണ് പിന്നെ നമുക്ക് മത്സരിക്കാൻ സാധിക്കുക. അതിലിപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് പരിമിതി ഉണ്ടോ? 100 വയസ്സ് വരെ മത്സരിക്കാം. ഏജ് ലിമിറ്റ് 100 വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാം. പക്ഷെ 5 വയസ്സ് വ്യത്യാസത്തില്ല. നമ്മൾ 30, 35, 40 ഒരു കാറ്റഗറി. കാറ്റഗറൈസ് ചെയ്താണ് മത്സരം ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ മേഡം എന്താണ് ചെയ്യുന്നത്? ഈ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും? ഞാനിപ്പോ ചെയ്യുന്ന ഒരു അക്കാഡമി നടത്തുന്നുണ്ട്. അക്കാഡമി സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അതില് അത്ലറ്റിക്സിന്റെ കുട്ടികളും ഉണ്ട്. ആർമി, നേവി, എയർഫോഴ്സിലെ കുട്ടികൾ, പോലീസിന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവരെ ട്രെയിൻ ചെയ്ത് ഇവര് തന്നെ നമ്മൾ ട്രെയിൻ കൊടുക്കുന്ന ഫിസിക്കൽ പാസ്സായി അവരല്ല. ഇപ്പൊ ഒരു 150ഓളം കുട്ടികൾക്കകത്ത് ഈ ഒരു 2 വർഷം കൊണ്ട് എന്റെ കീഴിൽ നിന്ന് ജോലിയിൽ പ്രവേശിച്ചവരുണ്ട്. ജോലി നേടിയവരുണ്ട് ഒരുപാട് പേര്. അതായത് ഈ ആർമിക്ക് ട്രെയിനിങ്ങിന് മുന്നേ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാനായിട്ടുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുക ഈ ഒരു അക്കാഡമിയിൽ. നമ്മൾ ക്ലാസും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. റിട്ടേൺ ടെസ്റ്റിനുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കുട്ടികളെ ഞാൻ എടുക്കത്തുള്ളായിരുന്നു. ഒരു 10-15 കുട്ടികൾക്കകമാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം വരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 25-ന് മുകളിൽ കുട്ടികൾ നമുക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത ബാച്ച് 25 കുട്ടികളോളം അഡ്മിഷൻ ആയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നെടുങ്കണ്ടത്ത് റാലി നടന്നതില് എന്റെ ഓടിയ എല്ലാ കുട്ടികളും ഓട്ടം കിട്ടിയത് എന്റെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിലെന്ന് ഞാൻ പറയും. ഉറപ്പാണ്. ഓടിയ എല്ലാവർക്കും ഓട്ടം കിട്ടി. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഞങ്ങൾ 1 മാസം അവിടെ പോയി നിന്നാണ് ട്രെയിൻ ചെയ്യാൻ. റാലി എവിടെ നടക്കുന്നു അവിടെ നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് 1 മാസം മുമ്പ് പോകും. അവിടെ സ്റ്റേ ചെയ്ത് അവിടെ തന്നെയാണ് ട്രെയിനിങ് നൽകുന്നത്. ഓക്കെ, അത് ഇവർക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഒരു പ്ലസ് പോയിന്റ് മീൻസ് അവർക്ക് കിട്ടുന്ന അവിടുത്തെ കാലാവസ്ഥ എല്ലാമായിട്ട് അവരങ്ങ് യോജിക്കും. എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെക്കാളും ഓടുന്ന കുട്ടികൾക്ക് പലർക്കും കിട്ടാത്തവരും ഉണ്ട്. ഇപ്പൊ എനിക്ക് കൂടുതലായിട്ട് വന്നേക്കുന്നത് വേറെ അക്കാഡമികളിൽ പഠിച്ച കുട്ടികളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓട്ടം കിട്ടാത്ത കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു അക്കാഡമിയാണിത്. പക്ഷെ ഞങ്ങൾ വേറെ പരസ്യം അങ്ങനെ ഒന്നും ഇല്ല, അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യാറില്ല. ഇത് ചേച്ചിയുടെ പേര് അറിഞ്ഞു തന്നെ വരുന്നവരാണ്. ഇത് ഏതൊക്കെ കാറ്റഗറി ആയിരിക്കും കൊടുക്കുക? ആർമിയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള റിട്ടേൺ ടെസ്റ്റിന് മുന്നേ ആയിട്ടുള്ള ആർമിക്ക് റിട്ടേൺ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ഒരുമിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. രാവിലെ ഇവർക്ക് ഫിസിക്കൽ ഉണ്ട്, വൈകിട്ട് ക്ലാസ്സും ഉണ്ട്. ഇപ്പൊ 4:30 ആകുമ്പോൾ ക്ലാസ്സിന് സ്റ്റാർട്ട് ആവും. 4:05 മണിയാകുമ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ആവും. ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് ഫയർ വിങ്സ്. ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഞാനാണ്. പക്ഷെ എന്റെ കൂടെ വേറെ ഒരു ടീം തന്നെ ഉണ്ട്. അതും എല്ലാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചവരാണ് ചെയ്യുന്നത്. റിലേറ്റഡ് ആയിട്ട് ആ മേഖലയായിട്ട് വർക്ക് ചെയ്യുന്നത്. റിട്ടയർഡ് ഓഫീസേഴ്സ്
ടീച്ചേഴ്സ് ഇല്ലെന്ന് കേട്ടാൽ ആർമിയുടെ ഉണ്ട്. എന്നാലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചവർ തന്നെയാണ് ചെയ്യുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ ഞാൻ തന്നെ ഇപ്പൊ NIS കഴിഞ്ഞു, ഷോർട്ട് NIS അത്ലറ്റിക്സിന്റെ. അതുപോലെ തന്നെ ലെവൽ 1 ട്രെയിനിങ് കഴിഞ്ഞായിരുന്നു, അതൊക്കെ പാസ്സായിട്ടുണ്ട് ഇപ്പോ. അപ്പൊ അത്രത്തോളം നോളജ് നമ്മുടെ കുട്ടികൾക്കും അത്രത്തോളം ട്രെയിനിങ്ങിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്കത് ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിനായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോടൊപ്പം ഉൾപ്പെടുത്താമല്ലോ? ഉൾപ്പെടുത്താം, മാഡത്തിന്റെ പേരും എല്ലാം കൂടെ. ഇപ്പൊ ഒരു ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്ക് ഒരു പ്രോപ്പർ നോളജ് എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും നമ്മളൊരു ഗൈഡ് ചെയ്യുക? അതായത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും 17.5 വയസ്സാണ് അവർ പറയുന്നത്. 17.5 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ഇപ്പൊ ആക്കിയിട്ടുണ്ട്, അവർ ഏജ് ലിമിറ്റ് ആക്കിയിട്ടുണ്ട്. 17.5 വയസ്സെന്ന് പറയുമ്പോൾ ഇവരിടുന്നത് 1/7/2005 മുതലുള്ള കുട്ടികളും ഇപ്പോഴത്തെ ഇത് ഞാൻ പറയുന്നതാണ്. ഈ വർഷം ഇപ്പൊ കറന്റ് ആയിട്ട് വന്നത് 1/7/2005 മുതലുള്ള കുട്ടികൾക്കും 1/7/2009 വരെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഇപ്പൊ പല കുട്ടികളും അപേക്ഷിക്കാതെ ഇരിപ്പുണ്ട്, അവരെ അറിയില്ല അവർക്ക്. ഈ ഡേറ്റ് ഏജും കഴിയും, നഷ്ടപ്പെടും. പിന്നെ എനിക്ക് വേറെ ഒരു ചോയ്സ് ഇല്ല, +2 കഴിഞ്ഞ് വേറെ ഒന്നിനും പോകുന്നില്ല എന്നുള്ള കുട്ടികളുണ്ട്. അവർക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ട് അവർക്ക് ജോലി ഇടാം. ഇത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. 100% കിട്ടും. അത് ഞാൻ തെളിയിച്ചതാണ് കഴിഞ്ഞ വർഷം. എത്ര കുട്ടികൾക്ക് സർവീസിൽ? മൊത്തം 28 കുട്ടികളോളം നമ്മുടെ സർവീസിൽ കയറി. പോലീസ്, ആർമി, നേവി എല്ലാം ആയിട്ട് കയറി. കഴിഞ്ഞ വർഷം തന്നെ 28 കുട്ടികൾ. 28 ഇപ്പോ ഈ വർഷം കയറിയവരും ഉണ്ട്, ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ ഈ വർഷം കയറിയവരും ഉണ്ട്. അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഇപ്രാവശ്യത്തേക്ക് പ്രിപ്പയർഡ് ആവാനായിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാരും ഉണ്ട്. ഈ പോലീസിന്റെ എങ്ങനെയാണ്? ഈ പോലീസിന് 8 ഇവന്റ് ആണ് ചെയ്യിക്കുന്നത്. 8 ഇവന്റില് നമുക്ക് ഗ്രൗണ്ടിലെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, ഹൈ ജമ്പ് ബെഡ് ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും, ട്രെയിനിങ് കൊടുക്കുന്ന എല്ലാം ഉണ്ട്. എത്രത്തോളം കുട്ടികളെ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അക്കാഡമിയാണ് ഇപ്പം? ചെറിയൊരു ഗ്രൗണ്ടാണ്, തീരെ ചെറുതല്ല. എന്നാലും നമുക്ക് ക്ലാസ്സും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം എത്ര കുട്ടികളെ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കും? ഒരു 50, 60, 70 വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ 60, 70ഓളം കുട്ടികൾ വന്നു പോയി നിൽക്കുന്നുണ്ട്. 70, 80 വന്നാലും നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അത്രയ്ക്ക് നമുക്ക് എക്യുപ്മെന്റ്സ് ഉണ്ട്, നമുക്ക് സാറന്മാരുണ്ട്. അവരെ ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും. ഈ കുട്ടികളെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടീമായിട്ട് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടീച്ചേഴ്സും ഉണ്ട്. ദൂരത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്റ്റേ ചെയ്ത് പഠിക്കാൻ ഹോം സ്റ്റേ ഉണ്ട്, ഇവിടെ തന്നെയാണ് സ്റ്റേ. ഇപ്പൊ ഇവിടെ 4-5 കുട്ടികൾ ഇപ്പൊ ഉണ്ട്. ഇവിടെ ഉണ്ട് 4-5 കുട്ടികൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ 2-3 പേര് ഇപ്പോ ഈസ്റ്ററും അതൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ പോയിട്ടുണ്ട്. അവര് പത്തനംതിട്ട, കോട്ടയം കുറച്ച് ദൂരത്തുള്ള കുട്ടികളാണ് ഇവിടെ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ റാലിക്ക് ഫെയിലായ കുട്ടികള് കണ്ടിട്ട് അവിടെ വെച്ച് കണ്ടിട്ട് വന്നതാണ്. അവിടെ വെച്ച് ഈ ഒരു റിസൾട്ട് കണ്ട് ആ കുട്ടികൾക്ക് ഇവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ അവരിവിടെ വന്ന് ജോയിൻ ചെയ്തതാണ്. അങ്ങനെ കുറച്ചധികം പേര് വന്നിട്ടുണ്ട് പ്രാവശ്യം. അങ്ങനെ അതായത് അധികം പരസ്യമൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് പുറത്ത് വലുതായിട്ട് കേരളത്തിൽ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. എനിക്ക് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പാലക്കാട് ഒരു പയ്യനുണ്ടായിരുന്നു. പാലക്കാട് അതെങ്ങനെ പരിചയപ്പെട്ടു? എങ്ങനെ പുള്ളി അറിഞ്ഞു വന്നേ? ഇല്ല, അത് നേരത്തെ ഞാൻ വേറൊരു അക്കാഡമി പോയിക്കൊണ്ടിരുന്നു. ആ അക്കാഡമിയിൽ നിന്ന് അവിടെ കിട്ടാഞ്ഞിട്ട് പരീക്ഷ കിട്ടാതെ പോയിട്ട് അവൻ രണ്ടാമത് ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ മതി. അവൻ ഇവിടെ നിന്ന് എന്നെ പഠിച്ചു, ജോലി കയറി. ആ വർഷം തന്നെ ജോലി കയറി. അപ്പൊ അത്രത്തോളം നല്ലൊരു റിസൾട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഉറപ്പാണ് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് കുട്ടികൾ അറിഞ്ഞാണ് വരുന്നത്. ഇപ്പൊ റാലി 2ാം ഘട്ടം നടക്കുന്നുണ്ട്. 2ാം ഘട്ടം മൈസൂർ വെച്ച് അത് വേറെ അക്കാഡമിയിൽ നിന്ന് കിട്ടാത്ത കുട്ടികൾ ഇവിടെ വന്ന് നിന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത മാസം 24-ാണ് ടെസ്റ്റ്. ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുമോ ഇല്ല പറയാൻ 1 മാസം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അവര് 2-2.5 മാസമൊക്കെ 2 മാസം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2 മാസം മിനിമം 2 മാസത്തെ ടൈം ഡ്യൂറേഷൻ നമുക്ക് കിട്ടിയാൽ കുറച്ച് നന്നായിട്ട് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് 1 മാസം മതി. ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് 2 മാസം മിനിമം 2 മാസം ഉണ്ടെങ്കിൽ അവരൊന്ന് പ്രിപ്പയർ ആക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആർമിയും പോലീസും അല്ലാതെ മറ്റേതൊക്കെ മേഖലയിലാണ് ഇവിടെ ട്രെയിനിങ്? അത്ലറ്റിക്സ് കൊടുക്കുന്നുണ്ട്, ഫുട്ബോളിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കോച്ചിങ് ക്യാമ്പ് വെച്ചിട്ടുണ്ട്. 6-ാം തീയതി മുതൽ സ്റ്റാർട്ട് ആവും. ഫുട്ബോളിന്റെ കോച്ച് ഉണ്ട് അല്ലേ? പുറത്തുനിന്ന് കോച്ച് വരുത്തിയാ നമ്മൾ ചെയ്യും. അതും ഇങ്ങനെ ഒരു ബാച്ച് ആയിട്ടാണോ? ബാച്ച് ആയിട്ടാണ്. രാവിലെ 6 മണി മുതൽ ട്രെയിനിങ് ക്ലാസ്സും മറ്റും സ്റ്റാർട്ട് ചെയ്യും. അത്ലറ്റിക്സ് മാഡം തന്നെയാണ് ഡയറക്റ്റ് എടുക്കും. പിന്നെ വേറെ പഠിക്കുന്ന കുട്ടികളുണ്ട്, BP ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികളുണ്ട്, വേറെ സാറന്മാരുണ്ട്. അത്ലറ്റിക്സിന്റെ തന്നെ
നാഷണൽ കോച്ചസ് ഒക്കെ ഉണ്ട് നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് അത് ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാനാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരു ജോലി കിട്ടിയില്ല എന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക്. ഇപ്പോൾ സ്പോർട്സ് ഒക്കെ ചെയ്തു എന്നിട്ട് എനിക്കൊരു ജോലി കിട്ടിയില്ല. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നവർ ഇപ്പം എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാര്യം 100-100ഓളം കുട്ടികൾ എൻ്റെ കീഴിൽ നിന്ന് ചെയ്തിട്ട് ജോലിയിൽ എത്തിക്കാൻ സാധിച്ചു. മേഡത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ 5 ഗോൾഡ് മെഡലും കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരാളും നല്ലൊരു വാല്യുബിൾ ആയിട്ട് ഇന്ത്യക്ക് വേണ്ടി തന്നെ മത്സരിച്ച ഒരാളാണല്ലോ. അപ്പൊ അത് ഗവൺമെന്റ് തലത്തിൽ അതിനുള്ള ഒരു കൺസിഡറേഷൻ, നമുക്ക് അതിനെക്കുറിച്ച് മുന്നോട്ട് പോകാൻ അറിയില്ലായിരുന്നു. എങ്ങനെ പോകണം എന്ന് ഗൈഡ് ചെയ്യാൻ നമ്മുടെ ആ സമയത്ത് അങ്ങനെ അത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടിയില്ല. കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴായാലും നമുക്ക് അത്രയും സപ്പോർട്ട് നമുക്കില്ല. നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കയറി പോയത്. മേഡത്തിന്റെ താല്പര്യത്തിലാണ് മേഡം ഇത് എത്തിപ്പെട്ടതും ഈ ഇവന്റുകൾ അറ്റൻഡ് ചെയ്തതും. മീറ്റ് എന്നാ പറയല്ലേ? മത്സരങ്ങൾ മീറ്റ് എന്നാ പറയാ, അത്ലറ്റിക്സ് മീറ്റുകൾ എന്ന് പറയും. ഇപ്പൊ ഫാമിലി എങ്ങനെ പോകുന്നു? ഫാമിലി നല്ല രീതിയിൽ പോകുന്നുണ്ട്. 3 മക്കളാണ്. മൂത്തയാൾ ഇപ്പൊ +2, രണ്ടാമത്തെ ആൾ ഇപ്പൊ SSLC എഴുതിക്കുന്നു, മൂന്നാമത്തെ ആൾ 5ാം ക്ലാസ്. കുട്ടികൾക്കൊക്കെ ഈ സ്പോർട്സിൽ താല്പര്യമുള്ള ആൾക്കാരാണ്. വാക്കിംഗ് ചെയ്യും, റേസ് വാക്ക് എന്ന് പറയും, വാക്കിംഗ് നടത്തം ചെയ്യും. രണ്ടാമത്തെ ആൾ ലോങ് റേസ് 5 കിലോമീറ്റർ ഒക്കെ അവൻ ഓടും. 5 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് റേസ് ആയിട്ട്. അതൊരു കാറ്റഗറി ആണല്ലേ ലോങ് റേസ്? ലോങ് റേസ് എന്ന് പറയുമ്പോഴത്തേക്കും 10 കിലോമീറ്റർ 5 കിലോമീറ്റർ അങ്ങനെ ഓരോ ഡിസ്റ്റൻസ് ഡ്യൂറേഷൻ വെച്ചിട്ട് എന്ന് വെച്ചാൽ സ്പ്രിന്റ്, മിഡിൽ ഡിസ്റ്റൻസ്, ലോങ്, അങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആർമിയുടെയും പോലീസിന്റെയും ട്രെയിനിങ്ങിനായിട്ട് ഒരു കുട്ടീനെ മേഡത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ഉറപ്പിക്കാമല്ലോ. മേഡത്തിന്റെ പരമാവധി മേഡം ശ്രമിക്കുമല്ലോ. പരമാവധി അല്ല, ആൾക്ക് കിട്ടിയിരിക്കും ഉറപ്പ് പറയാൻ പറ്റുമല്ലോ നമുക്ക്. 100% ഉറപ്പ്. ഇപ്പൊ എത്ര ചെയ്യാത്ത ആളായാലും നമുക്ക് അത് അത്രയും സമയം, നമുക്ക് എത്ര സമയം അവരെ നമ്മുടെ മുമ്പിൽ കിട്ടുമോ അത്രയും നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ഉറപ്പായിട്ടും കിട്ടും. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാത്ത കുട്ടികൾ ഇവിടെ കയറി ഇപ്പൊ ജോലി കയറി പോയിട്ടുണ്ട്. ഇവിടെ ട്രെയിനിങ് കൊടുക്കാൻ ആളിവിടെ ഉണ്ട്. പക്ഷെ ആ ഒരു ടൈം പീരീഡ് കൊടുക്കുവാണെങ്കിൽ ആള് ട്രെയിനിങ് കൊടുത്ത് ജോബിൽ എത്തിക്കുമെന്നാണ് മേഡത്തിന്റെ ഉറപ്പ്. ആർമിയുടെ കുട്ടികൾ, എന്റെ കുട്ടികള്, എല്ലാ കുട്ടികളും എക്സലന്റ് ഓടിയായിരിക്കും മാക്സിമം. അവർ എക്സലന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 100 മാർക്കാണ് ആർമിയിൽ നമുക്ക് ഫിസിക്കലിന് കൊടുക്കുന്നത്. ഫിസിക്കൽ 100 മാർക്ക്. അതിൽ 100 മാർക്ക് വാങ്ങിയാണ് എന്റെ കുട്ടികളും മിക്ക കുട്ടികളും ആർമിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഫിസിക്കല് മാക്സിമം പക്കയാണ് തന്നെ പറയാം. അതിലൊരു മാറ്റവും ഇല്ല. അവര് കഷ്ടപ്പെടണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 100 മാർക്ക് ഞാൻ ഗ്യാരണ്ടി. ആർമിയിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമായിട്ട് ഇവിടെ എത്തിപ്പെട്ടാൽ മാത്രം മതി. ബാക്കി കോച്ച് ട്രെയിനിങ് തന്ന് ഓക്കെ ആയിക്കോളും. റിട്ടേൺ ടെസ്റ്റിന്റെ കോച്ചിങ് എങ്ങനെയായിരിക്കും? റിട്ടേൺ ടെസ്റ്റിന് ഞങ്ങൾ പുറത്തുനിന്ന് ടീച്ചർമാരെ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. പ്രൊഫഷണൽ ടീച്ചേഴ്സ് വന്ന് റിട്ടേൺ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അത് പോയിട്ട് മോക്ക് ടെസ്റ്റ് നടത്തും കമ്പ്യൂട്ടറിൽ. അത് റിട്ടേൺ ടെസ്റ്റിന്റെ എക്സാം ഒരു സാമ്പിൾ. റിട്ടേൺ ടെസ്റ്റിന് കമ്പ്യൂട്ടറിലാണ് ഇവർക്ക് എക്സാം നടക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യും. അത് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് എടുത്ത് അത് ചെയ്യിക്കും. അതും കമ്പ്യൂട്ടറിൽ തന്നെയാണ് ഇവിടെ ചെയ്യിക്കുന്നത്. അപ്പൊ അത് നേരിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു ടെൻഷൻ ഒന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം ഓൾറെഡി ഇവർ പ്രിപ്പയർഡ് ആണ്. ഇവർ ഇത് അറ്റൻഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടാവില്ല. റിട്ടേൺ ടെസ്റ്റ് മാക്സിമം എങ്ങനെയാണ് റിസൾട്ട് കാര്യങ്ങളും? ഞങ്ങളുടെ എല്ലാ കുട്ടികളും പാസ്സാണ്. വലിയ കാര്യമാണല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ റിട്ടേൺ ടെസ്റ്റിനായാലും ഫിസിക്കലിനായാലും നമ്മുടെ കുട്ടികൾ ഒട്ടും ഓടാത്ത ആളായിരിക്കും ചിലപ്പോൾ വന്നു പെട്ടിരിക്കുന്നത്. ആള് വരെ എൻ്റെ അടുത്ത് ഇപ്പൊ ഒരു പയ്യന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഓടി തീർത്താ എനിക്ക് കിട്ടൂ? അപ്പം ഞാൻ പറഞ്ഞില്ല, നീ പേടിക്കണ്ട, നീ ഓടി തീർത്തോ, വേറെ ഒന്നും നീ ചെയ്യണ്ട, ഓടി തീർത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. അവൻ ഓടി തീർത്തു. നോക്കിയപ്പോഴത്തേക്കും ഇവിടെ റാക്ക് വെച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൽ, അതിനകത്തുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഓടി തീർത്തു, അപ്പൊ എനിക്ക് ജോലിയായി. ഇപ്പൊ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത്, ഞാൻ കോച്ച് പറഞ്ഞ പോലെ ഓടി തീർത്തു. നിർത്തണമെന്ന് വിചാരിച്ചു. അപ്പൊ കോച്ച് പറഞ്ഞു ഓടി തീർത്താൻ എനിക്ക് ജോലിയാണ്. അത് മാത്രം മനസ്സിൽ വെച്ച് ഓടിയത്. ആ പുള്ളിനെ മാനസികമായിട്ടൊരു സപ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആ കുട്ടിയും ഓടി കയറി ഒരു ജോലിയിലെത്താൻ ആ കുട്ടിക്കും സാധിച്ചു. അപ്പം മേഡത്തിന്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി സപ്പോർട്ടും കാര്യങ്ങളും മേഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും.